ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹക്ക നൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഷെസ്വാൻ വെജിറ്റബിൾ ഹക്ക നൂഡിൽസ്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഹക്ക നൂഡിൽസ് ഇതൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച്, ഇത് അത്യാവശ്യം വലിയൊരു ഫ്രൈ പാൻ അല്ലെങ്കിൽ കടായി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സവാള, ഒരു ചെറിയ സവാള ചേർത്ത് കൊടുത്താലും മതി. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ്, ഇതെല്ലാം ഇതുപോലെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷെസ്വാൻ സോസ് വീട്ടിലെങ്ങനെ കുക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതല്ലെങ്കിൽ നമുക്കിത് വാങ്ങിക്കാനും കിട്ടും. ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മുടെ സോസിലൊക്കെ ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.